പൈങ്ങോട്ടൂരുള്ള ഒരു അടിപൊളി അരുവി കാണാനാണ് വന്നേക്കണേ. അരുവിയില് വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് പൈങ്ങോട്ടൂരുള്ള പാറേക്കടവ് അങ്ങനെ എന്തോ ആ സ്ഥലത്തിന്റെ പേര്. ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. ഇത് അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ, ചെറിയൊരു ഓഫ് റോഡാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോണേ, കാണിച്ചു തരാം. ഇത് അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ കേട്ടോ, അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ആണ്. ഈ വഴി നമ്മൾ നടന്നു പോകണം, ഇങ്ങോട്ട് ബൈക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഡെൻസ് ഫോറസ്റ്റാണ് കണ്ടോ, നല്ല തിക്കായിട്ടാണ് നിൽക്കണം. പുറത്ത് അങ്ങോട്ട് സ്ഥലമൊന്നും കാണാൻ പറ്റണില്ല. നമുക്ക് എന്നായാലും പോയി നോക്കാം. ഈ വഴി കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും കാടാണ്. ശരിക്കും ഇങ്ങനത്തെ വഴികളൊക്കെ ഇപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനത്തെ ചെമ്മൺ പാതകളും കാടും പുല്ലും എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുമല്ലേ. ഇങ്ങനത്തെ വഴിയൊക്കെ കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലും വയനാട്ടിലൊക്കെ വന്നു. നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോവാം. അവർ നേരത്തെ പോയി. നമ്മളൊരു 1/2 കിലോമീറ്റർ ആ വഴി ഇങ്ങ് നടന്നു വന്നപ്പോഴത്തേക്കും ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ടില്ലേ, അത് കേൾക്കാമായിരുന്നു. ഇപ്പം നമ്മൾ എത്തിയേക്കുവാണ്. നേരെ നോക്കിയാൽ കാണാം. അടിപൊളി സ്ഥലം കേട്ടോ. ഇത് നല്ല ലൊക്കേഷനാ, ഞാൻ കാണിച്ചു തരാം. എത്തട്ടെ. ഇത് ഇവിടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ തോടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഈ കാടിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു ചെറിയ വഴി. ഇവിടെ നിറച്ച് വേരും കല്ലും ഒക്കെയാ. പാറ ഉണ്ടോ, തെന്നാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല സ്ഥലമായിരുന്നു. ഇനി നമ്മൾ അതിലും നല്ല സ്ഥലം കാണാൻ പോവാ. ശരിക്കും ഇത്രയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങി കിടക്കണ സ്ഥലം വേറെ എവിടെയും കാണില്ല. ഇങ്ങനെ ഇടുക്കിയിലൊക്കെ വരേണ്ടി വരും ഇതൊക്കെ കാണണമെങ്കിൽ, അല്ലേ? ശരിയല്ലേ? എന്ത് ഭംഗിയാ നോക്കിക്കേ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു നല്ല സുഖം കിട്ടുന്നു. കക്ക ഇവിടെ കുറെ ഇങ്ങനത്തെ കക്കയുടെ ഷെൽസ് കാണാം. ഞാൻ അവിടെയും കുറെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് ആ വെള്ളപ്പൊക്കത്തിൽ വന്നാന്ന് എനിക്ക് തോന്നണേ. നമ്മൾ ആദ്യം അവിടെ നിന്ന സ്പോട്ടില്ലേ, അത് നമ്മൾ കഴിഞ്ഞ് ആ സൈഡിൽ കൂടെ തന്നെ പിന്നെ ഇപ്പുറത്തേക്ക് നടന്നു വന്നു കേട്ടോ. അവിടെ കുറേ പേര് കുളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വെള്ളച്ചാട്ടം കേട്ടോ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം. ഈ കാട്ടിൽ നിന്ന് മലയിൽ നിന്നൊക്കെ വന്ന കുഞ്ഞു കുഞ്ഞി ചാടി കല്ലൊക്കെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. കക്കുറത്തി അല്ല, ഈ അക്കുറത്തി കടയിലുള്ളവർ ഇങ്ങനത്തെ കല്ലൊക്കെ വിൽക്കണേ. ഇനി നമുക്ക് ഈ വഴി പോവാം. പിടിച്ച യാത്ര ഈ വേരൊന്ന് കാണിച്ചു, ഈ വേരൊന്ന് സൂര്യപ്രകാശമൊന്നും കടന്നു എത്തുന്നാത്ത രീതിയിലുള്ള ഡെൻസ് ഫോറസ്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ വള്ളിപ്പടക്കുകൾ നമുക്ക് ഇഷ്ടമുള്ള ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ ഇടാൻ പറ്റും കേട്ടോ.
കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഴികളാണ്. ഈ വെള്ളം ചാടി കുറേ നാളെ കൂടി വെള്ളം ചാടി വലിയ കുഴിയായിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മളെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചാണ്. കാരണം ഇനി നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെ നടക്കേണ്ടി വരും. കുഴപ്പമില്ല, നമ്മളിങ്ങനെ കാടൊക്കെ താണ്ടി ഒരു റിസൾട്ട് നമുക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ മണലിക്കൂടെ നടക്കുന്നതിനേക്കാളും നല്ലത് ഈ പായൽ കട്ടിപ്പായലുണ്ടാവും. അങ്ങനത്തെ പായലിക്കൂടെ നടക്കാം. മണലിക്കൂടെ നടക്കുമ്പോൾ കുഞ്ഞുണ്ട്. അയ്യോ, ഞാനില്ലേ ഇവിടെ നിന്ന് ഒറ്റ കാലം ഇങ്ങനെ കുഴിഞ്ഞു പോയി. ഒരു കാല് പോലും കാണില്ല കേട്ടോ. ഈ ദുർഘടമായ കുറേ അവസരമുണ്ടാവും. ഞാൻ അവിടെ നിന്ന് വീണാർന്നു. നമ്മളില്ലേ ഇങ്ങനത്തെ വെള്ളച്ചാട്ടത്തിൽ നമ്മളുണ്ട് ഇച്ചിരി റിസ്ക് കൊടുക്കുക തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് വലിയ ആഴമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ ആഴത്തിലല്ല, നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഒഴുക്കുള്ളതാണ്. ഞാനിപ്പോൾ അവിടെ ചെന്ന് വീണായിരുന്നു. അത് ഇച്ചിരി ഒഴുക്ക് കൂടിപ്പോയിട്ട് എനിക്ക് ബാലൻസ് ലഭിക്കും. അപ്പോൾ അങ്ങനെ കുറേ അപകടം പിടിച്ച സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൂട്ടുകാരായിട്ട് വരിക. ഓക്കെ, ഒഴുകി പോകണമല്ലോ. യെസ്, നമ്മളിപ്പോൾ ഒരു മണിക്കൂർ അല്ല 1 കിലോമീറ്റർ നടന്നു വന്നു. പിന്നെയില്ലേ നമ്മൾ ഇത്ര നേരം വെള്ളത്തിൽ കൂടെ നടന്നു വന്നേ. എൻ്റെ പാൻറ് കാണിച്ചാൽ ഉണ്ടോ, മൊത്തം വെള്ളമായി. ഇനി നമ്മൾ ഈ പാറക്കൂടെ നടന്നു പോകണേ. അവിടെ എത്തുമ്പോൾ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂവിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതേ നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ തൊമ്മക്കുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ പല രീതിയിലൊക്കെ വെള്ളച്ചാട്ടം പോകുമ്പോഴും ഈ ഒരു ഫീൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു പാസ്റ്റാവാൻ പറ്റും. ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ നമ്മൾ നടന്നു തന്നെ എന്നാ വലിയ പാറയെന്ന് ഇത് ഇവിടെ കുറേ പരൽമീനുണ്ട്. കുഞ്ഞി പരൽമീൻ. അതല്ല ഈ കല്ലിൽ കാലിൽ ചെരുപ്പിലാണ്ട് കുത്തുമ്പോൾ അതിവിടെ കാലിൽ വന്ന ചിക്കിളി കിട്ടും. അയ്യോ, നമുക്ക് അപ്പുറം വരെ നടന്നു പോവാം കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയും നടന്നു വന്നതിന്റെ റിസൾട്ട് കാണോ? വേറെ എവിടെ കിട്ടാനാ? ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. നല്ല തെന്നലുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു വ്യൂ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതാ ഇവിടെ എന്ന് പറയുമ്പോൾ 3 സൈഡിലും വെള്ളച്ചാട്ടം. 3 സൈഡിൽ മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്ന് പിന്നെയും പാറയിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അതായത് ആ കാട്ടിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഇവിടെ നിന്ന് വേറെ വഴി പോണ വെള്ളച്ചാട്ടം, ഇവിടെ നിന്ന് ഒഴുകണ വെള്ളച്ചാട്ടം, അങ്ങനെ കുറേ വെള്ളച്ചാട്ടം. അപ്പൊ നമുക്ക് ഭയങ്കര സൗണ്ടാട്ടോ. ഈ സൗണ്ട് കാരണം എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. പക്ഷെ ഇത് നല്ല ഫീലാട്ടോ. ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ
അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, ഈ ചൂടൊന്നും ഇല്ലാത്തായിരുന്നേ അതിന്റെ ഒരു ഫ്രഷ്നെസ് കിട്ടും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കുറെ പേര് വന്നായിരുന്നു. അപ്പൊ ഇത് ആർക്കും അറിയില്ലാത്ത സ്ഥലമൊന്നുമല്ല, അത്യാവശ്യം ആൾക്കാര് അറിയാവുന്ന ഒരു സ്പോട്ടാ. എന്തായാലും കിട്ടില്ല സ്ഥലം കേട്ടോ. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ കൂട്ടുകാരായിട്ട് വരാൻ നോക്കട്ടോ, ഒറ്റയ്ക്ക് ആരും വരരുത്. കാരണം നമ്മളൊന്ന് വീണ ഒന്ന് അലറി വിളിച്ചാൽ പോലും ആരും കേൾക്കാൻ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് കാടാ, അപ്പുറം ഇപ്പറയും നല്ല കാടാ. മരങ്ങളൊക്കെ കണ്ടില്ലേ, മരങ്ങൾക്കൊക്കെ ഓരോരോ ഷേപ്പാ. ഇതാരും വെട്ടാനൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഇത്രയും തിക്കായിട്ട് വളരുമല്ലേ, സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് അതിന്റെ ശിഖരങ്ങള് നന്നായിട്ട് വളരും, സൂര്യപ്രകാശം കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതൊരു മാവാ, പറക്കണ്ട. ഈ കാട്ടുമാവാന്ന് തോന്നുന്നു, അപ്പറേ നിൽക്കണ്ടായിരുന്നു, അത് നന്നായിട്ട് പൂത്ത് നിൽക്കണ്ടായിരുന്നു. ഈ മാമ്പഴത്തിന് നല്ല മധുരമായിരിക്കും. എന്നെ ഫോഴ്സിലാ ഒഴുകണമെന്ന് നോക്കിയേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്നും ആൾക്കാർ കുളിക്കണ്ടായിരുന്നു. നമ്മള് കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും നല്ലൊരു സ്ഥലമാണ്. ക്ലിയർ വാട്ടറാ, ശരിക്കും പാറയെ കൂടെ ഒഴുകണ വെള്ളം നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കുള്ളൂ. പൊടിയൊന്നും ഇല്ലാത്ത കാരണം കലങ്ങൊന്നും ഇല്ലല്ലോ. ഇത് കണ്ടില്ലേ, വൈറ്റ് കളറിലാ വെള്ളച്ചാട്ടം. ഈ സൂര്യപ്രകാശം ഈ വൈകുന്നേരം ഈ സൂര്യൻ ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് അടിക്കുമ്പോ വെള്ളത്തിൽ ഇങ്ങനെ തിളങ്ങും, വെട്ടി തിളങ്ങും. അത് കാണാൻ എന്നാ ഭംഗിയാണെന്നറിയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ ഓക്കെ, ശരി.